ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. തിരുവാതിര വ്രതം എടുക്കുന്നവരെല്ലാവരും ഉറക്കവളച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇന്ന് രാത്രിയാണ് ഉറക്കവളച്ചിരിക്കേണ്ടത്. നാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ, സന്ധ്യ കഴിയുന്നിടം വരെ വ്രതത്തിലിരിക്കണം. പിറ്റേ ദിവസമാണ്, നാളെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് രാവിലെ നിങ്ങൾ തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കേണ്ടത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി വ്രതമില്ലാത്തവർ ശിവസഹസ്രനാമമോ ദുർഗാസപ്തശ്ലോഹിയോ ലളിതാ സഹസ്രനാമമോ ഒക്കെ ജപിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ മുഴുകുക. അതുപോലെ തന്നെ ഞാനൊരു പുതിയ വീഡിയോ ഇടുന്നുണ്ട്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമായിട്ട് നിങ്ങളെല്ലാവരും അത് കേൾക്കണം നിർബന്ധമായും. കാരണം നമ്മുടെ മഹാഭാരതത്തിൻ്റെ ഒരു ബേസാണ് തുടങ്ങുന്നത്. അതായത് ഭീഷ്മരുടെ ജനനം. ഭീഷ്മർ ജനിച്ച് അദ്ദേഹത്തെ യുവരാജാവായി. പിന്നീട് നമുക്ക് ഭീഷ്മർ ബ്രഹ്മചാരിയാണ്. അപ്പം എങ്ങനെയാണ് അദ്ദേഹം ബ്രഹ്മചാരിയായത്? അദ്ദേഹം എന്തുകൊണ്ടാണ് രാജാവല്ലാതായത്? അവിടെ നിന്നാണ് നമുക്ക് പുരുവംശം തുടങ്ങുന്നത്. അതായത് പാണ്ഡുവും ധൃതരാഷ്ട്രവുമൊക്കെ ജനിക്കുന്നത്. അപ്പം ആ ഒരു ഭാഗം, അതായത് ആ ഒരു ബേസ് നിങ്ങൾ ആ കഥ എല്ലാവരും കേൾക്കണം സമയമുള്ളപ്പോൾ. അതുപോലെ ബലരാമസ്വാമിയുടെ മാതാവ് ആരാണ്, ബലരാമസ്വാമിയും ഭഗവാനും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതും നിങ്ങളെല്ലാവരും കേൾക്കണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഇന്നത്തെ ഈ പുണ്യദിനത്തിൽ നിങ്ങൾ കേൾക്കേണ്ടുന്ന ഒരു ഭാഗമാണ് ശിവപുരാണത്തിലെ ശിവപാർവതി വിവാഹം. ശിവപുരാണത്തിൽ പാർവതീഖണ്ഡത്തിൽ 38 മുതൽ 53 വരെയുള്ള അധ്യായങ്ങളിലാണ് ഭഗവാൻ പരമേശ്വരനും പാർവതീദേവിയും തമ്മിലുള്ള വിവാഹത്തിൻ്റെ കഥ വിശദീകരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഭഗവാൻ പരമശിവൻ ആദ്യം വിവാഹം കഴിച്ചത് ദാക്ഷായണി അല്ലെങ്കിൽ സതീദേവിയാണ്. ദേവിയുടെ മരണത്തിന് ശേഷം ഭഗവാൻ ഒരു വലിയ തപസ്സിലാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് താരകാസുരൻ്റെ കഥയൊക്കെ നമ്മൾ പഠിച്ചു. ശിവപാർവതി വിവാഹം നിർബന്ധമായി. ദേവി തപസ് ചെയ്യുകയാണ്. ഭഗവാൻ ദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയോ വിവാഹത്തിന് സമ്മതിക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ദേവിയുടെ പല പല ഭാവങ്ങളുണ്ട്. ആ പല പല ഭാവങ്ങളാണ് നമ്മൾ നവരാത്രി സമയത്ത് കഥ പറഞ്ഞ് നമ്മളതെല്ലാം പൂജിച്ചതാണ്. അങ്ങനെ അവസാനം കാമദേവൻ്റെയൊക്കെ ആ പുഷ്പബാണത്താൽ ഭഗവാൻ ഉണരുകയും അങ്ങനെ ഭഗവാന് ദേവഗണങ്ങളും ഭഗവാനോട് ദേവഗണങ്ങളെല്ലാം നിർബന്ധിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ വിവാഹം ഒരു നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഭഗവാന് വിവാഹത്തിന് സമ്മതിച്ചു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഹിമവാൻ, പാർവതിയുടെ അച്ഛനാണ് ഹിമവാൻ, അമ്മ മേനാദേവി. അപ്പം ഹിമവാന് വലിയ താല്പര്യമാണ് മകളെ ശിവഭഗവാന് വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന്. പക്ഷെ മേനാദേവിക്ക് ഒരു വലിയ താല്പര്യമൊന്നും ഇല്ല. കാരണം ശിവൻ ചടുല ഭസ്മധാരിയാണ്, നാഗത്തെ കഴുത്തിൽ ധരിക്കുന്നവനാണ്, കൈലാസത്തിലാണ്, ഭൂതഗണങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് മേനാദേവിക്കുണ്ട്. അപ്പം ഇങ്ങനെ ചടുല ഭസ്മം ധരിച്ച ആ രൂപത്തിലുള്ള മഹാദേവനെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിനായിട്ട് മേനാദേവിക്ക് ഒരു വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ മകളുടെ ആ ഒരു നിർബന്ധത്തിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഹിമവാന് വലിയ താല്പര്യമാണ്. അങ്ങനെ വിവാഹത്തിന് സമ്മതിച്ചുവെന്ന് പരമശിവൻ പറയുകയും അതനുസരിച്ചിട്ട് വലിയ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. നാരദരെ വിളിച്ചു വരുത്തുന്നു കൈലാസത്തിലേക്ക്. നാരദരോട് പറയുന്നു, വിവാഹത്തിന് ക്ഷണിക്കാനായിട്ട് എനിക്ക് വേണ്ടി അങ്ങാണ് പോകേണ്ടത് എന്ന് പറയുന്നു. അങ്ങനെ നാരദരാണ് എല്ലാവരെയും ക്ഷണിക്കുന്നത്. ബ്രഹ്മലോകത്ത് പോകുന്നു, അതിനുശേഷം വിഷ്ണു ലോകത്ത് പോകുന്നു. ദേവലോകത്ത് പോയി ദേവന്മാരെയും ദേവസ്ത്രീകളെയും യക്ഷന്മാരെയും കിങ്കരന്മാരെയും ഗന്ധർവന്മാരെയും എല്ലാം വിളിക്കുന്നു. ബ്രഹ്മാവും കൂടെ ചേർന്ന് പോയി സപ്തർഷികളെ മുഴുവൻ വിളിക്കുന്നു. സകല പുണ്യ നദികളും വരുന്നു. പുണ്യങ്ങളായ വലിയ പർവ്വതങ്ങൾ എല്ലാം, വേദങ്ങൾ, ഉപനിഷത്തുകൾ എന്നു വേണ്ട
സകലമാന മനുഷ്യരും ദേവഗണങ്ങളും അസുരന്മാരും എല്ലാവരും ഈ വിവാഹത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ ആ വിവാഹം വലിയ ആഘോഷത്തോടു കൂടി നടക്കാനുള്ള ദിവസം അടുത്തു. ഭഗവാൻ എങ്ങനെയാണ് പോകുന്നത്? ഒരു വലിയ ഘോഷയാത്രയായിട്ടാണ് പോകുന്നത്. ഇങ്ങനെ ഈ ദേവന്മാരും സപ്തർഷികളും ദേവസ്ത്രീകളും എന്ന് വേണ്ട എല്ലാവരും ഇങ്ങനെ പോകുന്നു. അക്കൂട്ടത്തിൽ ഭഗവാന്റെ വലിയൊരു ഘോഷയാത്ര. ആരൊക്കെയാണ് ഭഗവാന്റെ കൂടെയുള്ളത്? ഈ ഭൂതഗണങ്ങൾ, പ്രേതങ്ങൾ, പിശാചുക്കൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഭഗവാന്റെ കൂടെ പോകുന്നത്. അവരൊക്കെ ഇങ്ങനെ ബഹളം വെച്ചും ഡാൻസ് കളിച്ചും ഒരു വലിയ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭാഷകളൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇവരിങ്ങനെ പോവുകയാണ്. അപ്പം മേനാദേവി തൻ്റെ മകളുടെ ഭർത്താവിനെ കാണാനായിട്ട് വളരെ ആവേശത്തോടു കൂടി നിൽക്കുകയാണ്. എല്ലാവരും പറഞ്ഞത് സത്യമാണോ, എങ്ങനെ ഇരിക്കും പരമശിവൻ എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മുന്നേ കടന്നു പോകുന്നത് ഭഗവാന്, ദേവന്മാരെ ഇങ്ങനെ, അതായത് ഭഗവാൻ മഹാവിഷ്ണു, ദേവന്മാരെ ഇങ്ങനെയൊക്കെയുള്ള ബ്രഹ്മാവ്, ഇവരൊക്കെയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതാണോ ശിവൻ എന്ന് മേനാദേവി ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ നാരദരാണ് കൂടെ നിൽക്കുന്നത്. നാരദർ പറഞ്ഞു അതൊന്നും അല്ല എന്ന് പറയുന്നു. പിന്നെ ഏതാണ് എന്നും പറഞ്ഞിങ്ങനെ നോക്കുമ്പോഴാണ് വരുന്നു ശിവൻ്റെ ആ ഒരു ഗ്രൂപ്പ്. ഭഗവാൻ മഹാദേവൻ ആരുടെ കൂടെയാണ് വരുന്നത്? ഈ പിശാചുക്കളുടെയും ഭൂതഗണങ്ങളുടെയൊക്കെ കൂടെ. അവരൊക്കെ ഇങ്ങനെ ബഹളം വെച്ച് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾപ്പിച്ച് ചാടി തുള്ളി മറിഞ്ഞ് ഭഗവാനാണെങ്കിൽ ദേ കാളപ്പുറത്ത് വരുന്നു. കൃഷ്ണ, ഇത് കണ്ട് മേനാദേവിക്ക് എന്ത് സംഭവിച്ചു? മറിഞ്ഞങ്ങ് വീണു, ബോധം കെട്ട്. എന്നിട്ട് കരയുകയാണ്, ഭയങ്കരമായിട്ട് നിലവിളിച്ച് കരയുന്നു. ഞാനിനി എന്ത് ചെയ്യും? എല്ലാവരും കൂടെ എന്നെ പറ്റിച്ചല്ലോ, എൻ്റെ മോളുടെ ഭാവി ജീവിതം തൊലഞ്ഞല്ലോ, അയ്യോ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് നിലവിളി. അപ്പോഴേക്കും നാരദർ പറഞ്ഞ് സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. ദുഷ്ട, നീ എന്നെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് നാരദരെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. അപ്പോഴേക്കും ഹിമവാൻ വരുന്നു. ഹിമവാനും പരമാവധി ശ്രമിച്ചു. അങ്ങനെയൊന്നും അല്ല, ഭഗവാന് പല രൂപങ്ങളുണ്ട്. അത് അതീവ സുന്ദരനാണ് ഭഗവാൻ, നമ്മളുടെ മകളുടെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹിമവാനോട് മേനാദേവി അടുക്കുന്നില്ല. ഞാൻ കണ്ടതാണ്, ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ എൻ്റെ മകളെ വിവാഹം കഴിച്ച് അയക്കില്ല എന്നും പറഞ്ഞ് മേനാദേവി വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോഴേക്കും പാർവതി വരുന്നു. ദേവിയും അമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ത്രിമൂർത്തികളിൽ ബ്രഹ്മാവും വിഷ്ണുവും അതുപോലെ ദേവന്മാരുമെല്ലാം പൂജിക്കുന്ന ആളാണ് മഹാദേവൻ. അതുകൊണ്ട് അമ്മ ഇങ്ങനെ ബഹളം വെക്കരുതെന്നൊക്കെ പറയുമ്പോൾ മകളെയും ഭീകരമായ രീതിയിൽ ശാസിക്കുകയാണ്. ഒരു രക്ഷയില്ല. ദേവന്മാരും സപ്തർഷികളും ഒക്കെ വന്ന് പറഞ്ഞിട്ടും മേനാദേവി അടുക്കുന്നില്ല. അവസാനം ആര് വന്നു? ഭഗവാൻ മഹാവിഷ്ണു. ഭഗവാൻ വന്നപ്പോഴേക്കും മേനാദേവി എഴുന്നേറ്റു. ഭഗവാന്റെ ആ സുന്ദര രൂപം കണ്ടിട്ട് ഭഗവാനെ ഭയങ്കര ഭക്തിയാണ് മേനാദേവിക്ക്. അങ്ങനെ ഭഗവാനെ കണ്ടതും ദേവി എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ഇതെന്താ ഭഗവാനെ ഇങ്ങനെ കാണിച്ചത്? ഇത് വലിയ ഒരു ചതിയായി പോയല്ലോ എന്നൊക്കെ ഭഗവാനോട് പരാതി പറയുമ്പോൾ ഭഗവാൻ ശിവതത്വങ്ങൾ, ആരാണ് ശരിക്കും മഹാദേവനെന്ന് മേനാദേവിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞതുകൊണ്ട് മേനാദേവിക്ക് അത് വിശ്വാസമാകുന്നു. എന്നിട്ട് പറയുന്നു, ഭഗവാൻ പറഞ്ഞതൊക്കെ സത്യമാണ്, അങ്ങനെയാണെങ്കിൽ എൻ്റെ മകളുടെ ഭാഗ്യമാണ്. എൻ്റെ മകൾ തപസ് ചെയ്ത് ഇങ്ങനെ ഒരു വിവാഹത്തിലേക്ക് എത്തിയത് കൊണ്ടാണല്ലോ ഭഗവാൻ എൻ്റെ വീട്ടിലേക്ക് വരികയും എനിക്ക് ഭഗവാനെ കാണാൻ സാധിച്ചതും. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ് എന്ന് പറയുന്നത്. അപ്പം മറ്റാരും പറഞ്ഞിട്ട് മേനാദേവി സമ്മതിക്കുന്നില്ല. പക്ഷേ ഭഗവാൻ മഹാവിഷ്ണു പറഞ്ഞപ്പോൾ മേനാദേവി അത് സമ്മതിക്കുകയാണ്. എന്നിട്ട് മേനാദേവി ഭഗവാനോട് ഡിമാൻഡ് വെച്ചു. എന്താണെന്നറിയാമോ? ഈ രൂപത്തിൽ എൻ്റെ മകളെ വിവാഹം ചെയ്ത് ഞാൻ തരില്ല. അതുകൊണ്ട് എന്തു ചെയ്യണം? സുന്ദരമായ രൂപം സ്വീകരിക്കണം എന്ന് പറയുന്നു. അങ്ങനെ ഭഗവാൻ ചെന്നിട്ട് മഹാദേവനോട് പറയുകയാണ്, ഭഗവാനെ അങ്ങ് ഇങ്ങനെ വഴക്കുണ്ടാക്കരുത്, ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഒന്ന് രൂപം മാറൂ എന്ന് പറയുന്നു.
സ്നേഹത്താലുള്ള മഹാവിഷ്ണുവിൻ്റെ ആ ഒരു ഉപദേശം മഹാദേവൻ കൈക്കൊള്ളുകയും അതീവ സുന്ദരനായ ഒരു രൂപത്തിലേക്ക് ഭഗവാൻ മാറി. അത് കണ്ട് മേനാദേവി അത്ഭുത പരതന്ത്രയായി ഈ വിവാഹത്തിൽ വളരെ സന്തോഷപൂർവ്വം പങ്കെടുത്തു. അങ്ങനെ അത്യാനന്ദകരമായ മംഗളകരമായ ആ വിവാഹം നടന്നു. അതിനുശേഷം ആ സന്തോഷത്തിലാണ് കാമദേവനെയൊക്കെ ജീവിപ്പിക്കുന്നത്. കാമദേവൻ നമുക്കറിയാമല്ലോ, അമ്പെയ്ത് പുഷ്പബാണമെയ്ത് ദഹിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്ന് വന്ന കോപത്താൽ ദഹിച്ചുപോയി. അപ്പം അന്നേരം ആ സന്തോഷത്തിലാണ്, ഈ വിവാഹത്തിൻ്റെയൊക്കെ ആ ഒരു സന്തോഷത്തിലാണ് ഭഗവാൻ കാമദേവനെ പുനരുജ്ജീവിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഭഗവാന് വിവാഹിതനായി. അതിനുശേഷം ഇവർ കൈലാസത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇതാണ് ശിവപുരാണത്തിലെ ശിവപാർവതി വിവാഹം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ കഥ കേട്ടിട്ട് ഭഗവാനും ദേവിയോടും കൂടി പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. നാളെ എല്ലാവരും വ്രതത്തിലിരിക്കുക, തിരുവാതിര പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഉപവാസമൊന്നുമല്ല, കാരണം ഒരു നല്ല ദിവസമാണ്, വിവാഹം നടന്ന ദിവസമാണ്. പാർവതി ദേവിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. ആ ദിവസത്തിൽ നിങ്ങളും സന്തോഷിക്കുക, ദേവിയെ പരമാവധി സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ദേവിയുടെ നാമങ്ങളൊക്കെ കേൾക്കുക, പ്രാർത്ഥനകൾ ചൊല്ലുക. അതുപോലെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരാം. അത് ഇന്ന് മാത്രമല്ല, നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കണം. എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾ ഭഗവാൻ പരമശിവൻ്റെ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഭഗവാന്റെ പുറകിലായിട്ട് പുറകു വിളക്ക് കത്തിച്ചിരിച്ചിരിക്കും. പുറകു വിളക്ക്, പുറകിലൊരു വിളക്ക് എപ്പോഴും കെടാവിളക്കായിട്ട് കത്തിച്ച് വെച്ചിരിക്കുന്നത് കാണാം. നമ്മൾ അവിടെ തൊഴും. എന്തിനാണ്? അവിടെ ശ്രീപാർവതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തൊഴുന്നത്. അവിടെ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥന, അതായത് ദേവി ഇല്ലെങ്കിൽ ഭഗവാൻ പൂർണ്ണനാവുകയില്ല എന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് എഴുതി തരികയും ചെയ്യാം. അത് നിങ്ങളെ എപ്പോൾ ഭഗവാന്റെ അടുത്ത് പോയാലും, ശിവക്ഷേത്രത്തിൽ പോയാലും, ദേവിയുടെ നടയിൽ വരുമ്പോൾ, ഇപ്പോൾ ചെങ്ങന്നൂർ പോലുള്ള ക്ഷേത്രങ്ങളിലാണെങ്കിൽ പാർവതി ദേവിക്ക് പ്രത്യേകം നടയുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഈ പുറകുഭാഗത്ത് അവിടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പാർവതി ദേവിയാണ്. കാരണം പുറകുവിളക്ക് കത്തിക്കുന്നതും ദേവിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് പാർവതി ദേവിയാണ്. അപ്പോൾ പാർവതി ദേവിക്ക് വേണ്ടി ഞാൻ ഈ പ്രാർത്ഥന പറഞ്ഞു തരാം. അത് നിങ്ങൾ എപ്പോഴും ചൊല്ലണം. അതായത് ശിവക്ഷേത്രത്തിൽ പോകുമ്പം പുറകുഭാഗത്ത് പുറകുവിളക്ക് കത്തിക്കുന്നതും വളരെ നല്ലതാണ്. ഭഗവാന് ദേവിക്കാണ് നമ്മൾ കത്തിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ചൊല്ലേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ് അത്. ശരിക്കും പറഞ്ഞാൽ സൗന്ദര്യലഹരിയിലെ ആദ്യത്തെ ശ്ലോകമാണ്. അത് 1000 തവണയൊക്കെ ജപിക്കണമെന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ 11 തവണയെങ്കിലും ജപിക്കണം. ഒരാൾക്ക് 1000 തവണ ജപിക്കാൻ പറ്റുന്നത് വളരെ നല്ലതാണെന്ന് പറയും. പക്ഷേ അതല്ലെങ്കിൽ 11 തവണ നിങ്ങൾ ജപിക്കണം. അപ്പോൾ ആ പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരാം, കേട്ടോളൂ. ശിവശക്ത്യായുക്തോ യദി ഭവതി ശക്തപ്രഭവതും ന ചേദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമപി അധസ്താമാരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരഭി പ്രണന്തും സ്തോത്തും വാ കഥമകൃത പുണ്യ പ്രഭവതി. അതിൻ്റെ അർത്ഥം, ശക്തിയില്ലെങ്കിൽ ശിവന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ശിവന് സൃഷ്ടിക്കാൻ പോയിട്ട് അനങ്ങാൻ പോലും കഴിയുകയില്ല. ശിവന് യാതൊരു ശക്തിയും ഉണ്ടാവുകയില്ല. ശക്തിയാണ് പ്രധാനം. ശക്തിയും കൂടെ ചേർന്നാൽ മാത്രമേ ശിവന് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അല്ലാത്ത പക്ഷം ഭഗവാൻ അനങ്ങാൻ പോലും കഴിയുകയില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നെ പറയുന്നത്, ഹരിഹര ബ്രഹ്മാവ് എന്നിവരുടെ ആരാധനാമൂർത്തിയായ മഹാത്രിപുരസുന്ദരിയെ ബുദ്ധിയുള്ള എല്ലാ മനുഷ്യരും എന്തു ചെയ്യും? സ്തുതിക്കുകയോ വണങ്ങുകയോ ചെയ്യും. അല്ലാതിരിക്കാൻ ബുദ്ധിയുള്ള മനുഷ്യർക്ക് കഴിയുകയില്ല. അതായത് ബുദ്ധിയുള്ള എല്ലാ മനുഷ്യരും മഹാത്രിപുരസുന്ദരിയെ വണങ്ങും, അല്ലാതിരിക്കാൻ അവർക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇത് ശ്ലോകം 1 ഏതിൻ്റെ?
സൗന്ദര്യലഹരിയുടെ, അതിനകത്ത് ദേവിയെ സന്തോഷിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾ ഈ പ്രാർത്ഥന 11 തവണ ദേവിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമഃശിവായ മന്ത്രം ജപിക്കണം. നാളത്തെ ദിവസവും ഇന്നത്തെ ദിവസവും ചെയ്യുക. അതുകൂടാതെ ഈ നാമം നിങ്ങൾ 4-5 വരിയല്ലേ ഉള്ളൂ, അതൊന്ന് കാണാതെ പഠിച്ചിട്ട് നിങ്ങൾ ഭഗവാൻ പരമശിവൻ്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പുറകുഭാഗത്ത്, അല്ലെങ്കിൽ പാർവതി ദേവിയുടെ നടയുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ, ചെങ്ങന്നൂർ പോലുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ ദേവിയുടെ നട നേരെ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലെങ്കിൽ പുറകുവിളക്ക് കത്തിച്ച് വെച്ചിട്ട് നിങ്ങൾക്കിത് 11 തവണ ജപിക്കാം. വിധി അനുസരിച്ച് 1000 തവണ ജപിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് സമയം കിട്ടുന്നെങ്കിൽ ജപിക്കാം, അതല്ലെങ്കിൽ 11 തവണയെങ്കിലും ജപിക്കണം. ഇത് ദേവിക്ക് വളരെ സന്തോഷമുണ്ടാവും ഇല്ലേ? നമ്മളില്ലാതെ നമ്മുടെ കൂട്ടത്തിലൊന്നും ആരും ഇല്ല, ആർക്കും ഒന്നും പറ്റില്ല, നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ആണെന്ന് പറയുമ്പം സാധാരണ മനുഷ്യരായ നമുക്ക് തന്നെ എന്ത് സന്തോഷം തോന്നും അല്ലേ? അപ്പോൾ ദേവിക്ക് വലിയ സന്തോഷം തോന്നും ഇങ്ങനെ നമ്മൾ ദേവിയോട് പറയുമ്പോൾ. അപ്പോൾ ദേവിയെ ഇങ്ങനെ പ്രകൃതീകരിക്കുക. പ്രത്യേകിച്ച് സന്തോഷമായിരിക്കുന്ന ദേവിയുടെ ഈ വിവാഹ സമയത്ത് ദേവിയോട് പറയുക, ഭവതി അങ്ങില്ലെങ്കിൽ ഭഗവാനില്ല, എല്ലാവരും, ബുദ്ധിയുള്ള എല്ലാവരും അവിടുത്തെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ദേവിയോട് പ്രാർത്ഥിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നെനിക്ക് പറയാനുള്ളത്. കഥകളൊക്കെ എല്ലാവരും കേൾക്കണം, ഭഗവാന്റെ കഥകൾ. അതുപോലെ ദത്താത്രേയ സ്വാമിയുടെ കഥ ഞാൻ ഇട്ടിരുന്നു, ആളുകൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ അന്നപൂർണേശ്വരി, ഭഗവതി പാർവതിയുടെ അന്നപൂർണേശ്വരി രൂപമാണ്. ആ രൂപവും നിങ്ങൾ പ്രാർത്ഥിക്കുക. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. പിന്നെ ബലരാമസ്വാമിയുടെ വീഡിയോ അതെല്ലാവരും ഒന്ന് കാണണം. കാരണം ആരാണ് ഭഗവാന്റെ ബലരാമസ്വാമി, ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും അതനുസരിച്ചിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ ഞാൻ ഇന്നിടുന്ന മഹാഭാരതത്തിൻ്റെ മറ്റൊരു വീഡിയോ അതും കാണണം. കാരണം ഇതൊക്കെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള അറിവുകളാണ്. ഈ അറിവുകൾ ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മളെ പലരും പറ്റിക്കുന്നത്. നമ്മളോടിപ്പോൾ ഒരാളൊരു കാര്യം വന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയണം. അപ്പം നമ്മൾ ഇതുപോലുള്ള ചെറിയ ചെറിയ അറിവുകളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ ആരെങ്കിലും നമ്മളോട് വന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇപ്പം പുസ്തകങ്ങളൊക്കെ എടുത്ത് ഇന്നത്തെ കാലത്ത് വായിക്കാൻ എപ്പോഴും എല്ലാവർക്കും സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഈ 10-15 മിനിറ്റുള്ള ഈ വീഡിയോയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക, തിരുത്താം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.